ഈ വർഷത്തെ ഹരിവരാസനം അവാർഡ് പ്രശസ്ത നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ്. തിരുവിഴ ജയശങ്കർ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം നാഗസ്വരത്തിൽ കീർത്തനങ്ങളും അയ്യപ്പ ഭക്തി ഗാനങ്ങളുമെല്ലാം ചെറുപ്പം മുതൽ ആലപിച്ച് സംഗീത കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം നേടിയിട്ടുള്ളതാണ്. അദ്ദേഹം 18-ാം വയസ്സിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിൽ നിന്ന് ഈ കലയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ആകാശവാണി സംഘടിപ്പിച്ച മത്സരത്തിൽ അന്ന് ജേതാവായി. അന്നു മുതൽ ഈ കലയിൽ ഏറ്റവും പ്രാവീണ്യം നേടി ഇപ്പൊ നവതിയിലേക്ക് കടക്കുക. ഈ വരുന്ന 11-ാം തീയതി അദ്ദേഹത്തിന് നവതി ആഘോഷമാണ്. 90 വയസ്സായി. അപ്പൊ നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ, നിരവധി മറ്റ് ഇതര ഏജൻസികളുടെ എല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സംബന്ധിച്ചൊരു ചെറിയ കുറിപ്പ് ഞങ്ങൾ തരുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളെല്ലാം. അദ്ദേഹത്തിന്റെ ജന്മദേശം ചേർത്തലയാണ്. ഇപ്പൊ അദ്ദേഹം താമസിക്കുന്നത് കോട്ടയത്ത് കുമാരനെല്ലൂരിലാണ്. ക്ഷേത്രകലയെ ബന്ധപ്പെട്ട് ഏതാണ്ട് ചെറുപ്പം മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഈ നാഗസ്വര കല, ഭക്തിഗാനങ്ങൾ എല്ലാം ആലപിച്ചുകൊണ്ട്, കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും ശബരിമലയായി ബന്ധപ്പെട്ട കീർത്തനങ്ങൾ വായിക്കുന്നതിൽ വലിയ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ ഇപ്പോൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. 3 പേരുള്ള കമ്മിറ്റിയാണ്. ഒന്ന്, നമ്മുടെ ദേവസ്വം വകുപ്പ് സെക്രട്ടറി ശ്രീ MG രാജമാണിക്യം IAS. 2, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ B സുനിൽകുമാർ. 3, പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K അംബികാദേവി, റിട്ടയർഡ് പ്രൊഫസർ, സ്വാതി തിരുനാൾ സംഗീത കോളേജ്. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഞങ്ങൾ നിയോഗിച്ചത്. ആ കമ്മിറ്റി ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ്. ഇതിനു മുമ്പ് ഇത് കൊടുത്തിട്ടുള്ളത് ആദ്യം പത്മഭൂഷൺ KG യേശുദാസിനാണ്, പിന്നീട് ശ്രീ KG ജയനാണ്, പിന്നെ P ജയേന്ദ്രനാണ്, SP ബാലസുബ്രഹ്മണ്യം, MG ശ്രീകുമാർ, ഗംഗയ്യ അമരൻ, KS ചിത്ര, P സുശീല, ഇളയരാജ, വീരമണി രാജു, ആലപ്പി രംഗനാഥ്, ശ്രീകുമാരൻ തമ്പി, PK വീരമണിദാസൻ, കഴിഞ്ഞ വർഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂരിക്കാരൻ. ഇപ്പോ ഈ വർഷത്തെ തിരുവിഴ ജയശങ്കറിന്, അതായത് മകരവിളക്ക് ദിവസം 14-ാം തീയതി രാവിലെ 10 മണിക്ക് സന്നിധാനത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് ഇത് ഞങ്ങൾ സമർപ്പിക്കും.